ജീവിതത്തിൽ ഏറെ ഭാരം പിടിച്ച നിമിഷങ്ങളുണ്ട്. ചിലപ്പോൾ ആ ഭാരം സഹിക്കാനാവാതെ തളരുന്ന മനസ്സ്. മുന്നോട്ടുള്ള വഴികളെല്ലാം അടഞ്ഞതുപോലെയും ആരെയും മനസ്സിലാക്കാനില്ലെന്ന തോന്നലും വേദന പറയാൻ ഒരാളുമില്ലെന്ന തോന്നലും അങ്ങനെ നീറുന്ന ചിന്തകളായിരിക്കാം പലരുടെയും മനസ്സിലുള്ളത്. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികൾ നമ്മെ പരീക്ഷിക്കുന്നു. ചിലർക്കതിന് മുന്നിലൂടെ കടന്നു പോകാനുള്ള ശക്തിയുണ്ടാകും. ചിലർക്കതിനിടയിൽ തളരാതെ നിൽക്കാനും കാത്തിരിക്കാനും കഴിയും. പക്ഷേ കുറച്ചു പേർക്ക് ആ പ്രതിസന്ധി തരണം ചെയ്യാൻ സാധിക്കില്ല. ഒടുവിൽ മനസ്സിന്റെ താളം തെറ്റുമ്പോൾ ഒറ്റ തീരുമാനമായിരിക്കും ആത്മഹത്യ എന്നത്. ഇപ്പോൾ പുറത്തുവരുന്നതും അത്തരത്തിലൊരു വാർത്തയാണ്. തിരുവനന്തപുരത്തെ ഒരു കുടുംബത്തിലെ 4 പേർ ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അച്ഛനും അമ്മയും 2 മക്കളുമാണ് മരിച്ചത്. 4 പേരെയും വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ചിറയൻകീഴ് വക്കത്താണ് സംഭവം. വക്കം ഫാർമേഴ്സ് സഹകരണ ബാങ്ക് ജീവനക്കാരൻ അനിൽകുമാർ, ഭാര്യ ഷീജ, മക്കളായ അശ്വിൻ, ആകാശ് എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 4 മൃതദേഹങ്ങളും തൂങ്ങിയ നിലയിലായിരുന്നു. വക്കം വെളിവിളാകം ക്ഷേത്രത്തിനു സമീപമാണ് ഇവരുടെ വീട്. രാവിലെ 9 മണിയോടെ ഇവരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അയൽക്കാരാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇവർ പിന്നീട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസെത്തി വീട്ടിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഇവരെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല. പക്ഷേ രാവിലെ ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇവർക്ക് ചില കടബാധ്യതകൾ ഉണ്ടെന്നാണ് വിവരം. കടമെടുത്തത് തിരികെ അടയ്ക്കാതായപ്പോൾ തൂങ്ങി മരിച്ചത് എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കുട്ടികളെ കൊന്നതിനു ശേഷം ഇവർ തൂങ്ങുകയായിരുന്നു. എന്നാൽ പ്രായപൂർത്തിയായ മക്കളെ ജീവനോടെയാണോ അതോ കൊന്നതിനു ശേഷമാണോ തൂക്കിയതെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ. 4 പേരും ഒരേ സ്ഥലത്ത് തന്നെയാണ് തൂങ്ങി മരിച്ചത്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മറ്റെന്തെങ്കിലും കാര്യം മരണത്തിന് പിന്നിലുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലെന്നത് സത്യം തന്നെ. എന്നാൽ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോഴാണ് ഒരാൾ അവരുടെ ജീവിതം അവസാനിപ്പിക്കാൻ നോക്കുന്നത്. ഇതൊരു ധൈര്യത്തിന്റെയോ ദൗർബല്യത്തിന്റെയോ കാര്യമല്ല. അതിനേക്കാളും കൂടുതൽ ആഴമുള്ള, മൗനമായ, പലപ്പോഴും ആരും കാണാതെ പോകുന്ന വേദനയുടെ കാര്യം കൂടിയാണ്. ജീവിതം മുന്നോട്ടു പോകാനില്ല തോന്നലുണ്ടാക്കുന്ന ഒരു ഘട്ടം. അതാണ് ആ തീരുമാനത്തിനു പിന്നിൽ നിൽക്കുന്നത്. അതിജീവിക്കാനായിരുന്നെങ്കിൽ, ആ ഒരൊറ്റ നിമിഷം തന്നെ താങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഒരാളെത്താനും ഒരു വാക്ക് പറയാനും അവസരമുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എത്ര പേരെ വേണമെങ്കിലും തിരികെ കൊണ്ടുവരാനായേനെ. ജീവിതം വലിയതാണ്. പ്രതിസന്ധികളും കടന്നുപോകും. പക്ഷേ ആരെങ്കിലും ഒരാൾ കൂടെ നിൽക്കുന്നു എന്നറിയുന്ന ആ വലിയ സ്നേഹത്തിൻ്റെതാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തി നൽകുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.